ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി SDE സെക്കൻഡ് bcom BBA സ്റ്റുഡൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പാർട്ട് C. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2020 പാർട്ട് സിയിൽ ചോദിച്ച തിയറി ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാ വർഷവും 8 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ ഉണ്ടാകുക. 2 തിയറി ക്വസ്റ്റ്യൻസും 6 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ 6 എണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൈ പർച്ചേസ് ആൻഡ് സെയിൽ. ഹൈ പർച്ചേസും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഹൈ പർച്ചേസ് അറിയാലോ എന്തായിരുന്നു? നമ്മളൊരു ഗുഡ്സ് വാങ്ങിയതിന് ശേഷം അതിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻറ്റായി പേ ചെയ്ത് കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസറും ഹയർ സെല്ലറും ഓർ ഹയർ വെൻഡർ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഹൈ പർച്ചേസ്. അപ്പോൾ ഹൈ പർച്ചേസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ്, ഇൻ ആക്ച്വൽ സെയിൽസ് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. പർച്ചേസിൻ്റെ സമയത്ത് തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഹയർ പർച്ചേസിലാണെങ്കിൽ എന്താണ്? ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇനി ആക്ച്വൽ സെയിൽസിൽ സെക്കൻഡ് വൺ, പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം. അതായത് വാങ്ങുന്ന ഗുഡ്സിൻ്റെ പൈസ ഒരുമിച്ചാണ് പേ ചെയ്യുന്നത്. ഹയർ പർച്ചേസിലാണെങ്കിലോ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ഓൾവേസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് എന്താണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയാണ് പേ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, ദ പ്രൈസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. അതായത് ആക്ച്വൽ സെയിൽസിൽ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ബട്ട് ഇൻ ഹയർ പർച്ചേസ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എന്താണ്? അതിൻ്റെ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ്, ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ദ സെല്ലർ ക്യാൻ സ്യൂ ദ ബയർ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഇനി പേയ്മെൻറ്റ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന് ഈ സെല്ലർക്ക് ബയർക്കെതിരെ കേസ് നടത്താനേ പറ്റൂ. ബട്ട് ഇൻ ഹയർ പർച്ചേസ് the seller can take back the goods in case of default by the buyer in payment of any installment. ഹയർ പർച്ചേസിലാണെങ്കിൽ എന്താണ്? ആ വിറ്റ ആൾക്ക്, സെല്ലർക്ക് അയാൾ വിറ്റ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ഫെയിലിയർ ആവുകയാണെങ്കിൽ വിറ്റ ഗുഡ്സ് തിരിച്ചെടുക്കും. നെക്സ്റ്റ്, ദ ബയേഴ്സ് പൊസിഷൻ ഈസ് ദാറ്റ് ഓഫ് എൻ ഓണർ. ആക്ച്വൽ സെയിൽസിൽ വാങ്ങിയ ആൾ ആ ഗുഡ്സിൻ്റെ ഓണറാണ് എങ്കിൽ ഹയർ പർച്ചേസിൽ എന്താണ്? The buyer's position is like that of a bailee in respect of the goods until he becomes the owner. ഓണർ ആകുന്നത് വരെ, അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് വരെ ഈ വാങ്ങിയ ആൾ, ആ ബയർ എന്താണ്? ആ ഗുഡ്സ് കൈവശം വെക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഇതാണ് ഹയർ പർച്ചേസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഫോർ ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് വെദർ ദ അക്കൗണ്ടിങ് വർക്ക് ഈസ് ഡൺ ആക്യുറേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി. അക്കൗണ്ടിങ് വർക്ക്സ് ചെയ്തിരിക്കുന്നത് ആക്യുറേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി വി പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് ട്രയൽ ബാലൻസ്. കറക്റ്റ് ആണോ അതുപോലെ ആക്യുറേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ വേണ്ടി. അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും അതേപോലെ ക്രെഡിറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണോ, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു പ്രൊവൈഡ് എ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. തേർഡ് വൺ, ടു ഹെൽപ്പ് ഇൻ ഡിറ്റക്റ്റിംഗ് സർട്ടൈൻ എറേഴ്സ്. നെക്സ്റ്റ്, ടു സെർവ് ആസ് എൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ്, ടു ഹെൽപ്പ് ഇൻ കമ്പാരിസൺ. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. നെക്സ്റ്റ്, 2019 ഇയറിൽ ചോദിച്ചിരിക്കുന്ന 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻ ദ അക്കൗണ്ട്സ്.
അതായത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാനിതിൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് അപ്രോച്ച് ഉണ്ട്, അതേപോലെ അമേരിക്കൻ അപ്രോച്ച് ഉണ്ട്. ഇംഗ്ലീഷ് അപ്രോച്ച് അനുസരിച്ച് റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്നുള്ളതാണ് അക്കൗണ്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് റൂൾസ്. ഇനി അമേരിക്കൻ അപ്രോച്ച് അനുസരിച്ച് ഓൾ അക്കൗണ്ട്സിനെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം ഇങ്ങനെ 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ അസറ്റ്, എക്സ്പെൻസ് സെയിം റൂളാണ്. അസറ്റ്, എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റും ഡിക്രീസ് ക്രെഡിറ്റും. അതായത് അസറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അസറ്റ് ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ അസറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇതിന് മൂന്നിന് സെയിം റൂളാണ്. അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂളാണ്. ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റും, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റും. അപ്പോൾ ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇനി അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് നോട്ട്സ് ഓൺ കോൾസ് ഇൻ അരിയർ ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കുക, കോൾസ് ഇൻ അരിയർ എന്താണ്? കോൾസ് ഇൻ അരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അൺപെയ്ഡ് കോൾ മണി. അതായത് നമ്മളിപ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയറിനുള്ള പൈസ, ഒരു 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10 രൂപ ഒരുമിച്ച് വാങ്ങിയല്ല ഷെയർ ഇഷ്യൂ ചെയ്യുക. എന്താണ്? ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി, പിന്നെ അലോട്ട്മെൻറ്റ് മണി, പിന്നെയാണ് കോൾ മണി. അപ്പോൾ ആപ്ലിക്കേഷൻ മണി അടക്കം, അതേപോലെ അലോട്ട്മെൻറ്റ് മണി, പിന്നെ ഏതെങ്കിലും ഒരു കോൾ മണി പേ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തില്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? കോൾസ് ഇൻ അരിയർ. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്താണ്? അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് സെക്കൻഡ് കോളിൻ്റെ പൈസ ഫസ്റ്റ് കോളിൻ്റെ കൂടെ പേ ചെയ്യുവാണെങ്കിൽ അതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ജേണൽ എൻട്രി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. 2 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ തിയറി ക്വസ്റ്റ്യൻസ് 1, എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 to 6. ഇപ്പോൾ ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? Accounting standards are the rules and regulations that ensures uniformity in the preparation, presentation and reporting of accounting information. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിലും പ്രസൻറ്റ് ചെയ്യുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലും യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് 1 to 6 നോക്കാം. അപ്പോൾ ആകെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് തന്നിരിക്കുന്നതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ അതിൽ 1 to 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസ്. 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. 4 കണ്ടിൻജൻസീസ് ആൻഡ് ഈവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അതേപോലെ 5 നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഫോർ ദ പീരീഡ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. അപ്പോൾ ഒരു 10 നിർബന്ധമായും പഠിച്ചു വെക്കുക. പിന്നെ 1 to 6 എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെപ്പറ്റി എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു സെൻറ്റൻസ്, 1-2 സെൻറ്റൻസ് എഴുതണം. അതിലിപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസ് മനസ്സിലാക്കാൻ അതായത് കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിലുണ്ടാകുന്ന ക്യാഷ് ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ ഡിപ്രീസിയേഷൻ പറയുമ്പോൾ എന്താണ്? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതേപോലെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഓരോന്ന് എന്താണെന്ന് എഴുതുക. പിന്നെ വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണെങ്കിലോ, വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പം നമ്മൾ സാധാരണ അക്കൗണ്ടൻസിൽ ഏതാണ് ഉപയോഗിക്കുക? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള പോളിസിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ജസ്റ്റ് 1-2 സെൻറ്റൻസ് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രാഞ്ച് അക്കൗണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എല്ലാ വർഷവും 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബ്രാഞ്ച് അക്കൗണ്ട്.
അപ്പോൾ എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്? അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്, ആ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള അക്കൗണ്ടിങ് വർക്ക്സ് റെക്കോർഡ് ചെയ്യുന്നതാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നത് ഫസ്റ്റ് വൺ, ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് സെപ്പറേറ്റ്ലി. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റോ ലോസോ സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സെക്കൻഡ്, ടു അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി. നെക്സ്റ്റ്, ടു നോ ദ ക്യാഷ് ആൻഡ് ഗുഡ്സ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ വേരിയസ് ബ്രാഞ്ചസ്. ക്യാഷ് ആൻഡ് ഗുഡ്സ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി. നെക്സ്റ്റ് വൺ, ടു ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ പ്രോഗ്രസ്സും അതേപോലെ തന്നെ പെർഫോമൻസും മനസ്സിലാക്കാൻ വേണ്ടി. നെക്സ്റ്റ്, ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ബ്രാഞ്ച് ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ എക്സ്പാൻഷൻ ആവശ്യമായ കാര്യങ്ങൾ. നെക്സ്റ്റ്, ടു ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ഈച്ച് ബ്രാഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. പിന്നെ എന്താണ്, അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ഓരോ ബ്രാഞ്ചിൻ്റെയും ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നെക്സ്റ്റ്, ടു അസർടെയിൻ വെദർ ദ ബ്രാഞ്ച് ഈസ് ഈൽഡിങ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. ഓരോ ബ്രാഞ്ചും എന്താണ്, ആ ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിൽ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നമുക്ക് 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഡ്വാൻറ്റേജസ് എന്നത് ഫസ്റ്റ് യൂണിഫോമിറ്റി, അതായത് എന്തുണ്ടാകും, അക്കൗണ്ടിങ് വർക്ക്സിൽ യൂണിഫോമിറ്റി, അതേപോലെ കമ്പാരിസൺ പർപ്പസ്, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി, അതേപോലെ യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ് എക്സെട്ര. നെക്സ്റ്റ്, റേസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്, അതേപോലെ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അണ്ടർ ഹയർ പർച്ചേസ് ഓണർഷിപ്പ് റിമെയിൻസ് വിത്ത് ദ സെല്ലർ അണ്ടിൽ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിലോ ഓണർഷിപ്പ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി ഓൺ എൻ്ററിങ് ദ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റാൾമെൻറ്റിൽ ഓണർഷിപ്പ് പാസ് ചെയ്യുന്നുണ്ട്. ഹയർ പർച്ചേസിലാണെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് പാസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, ഹയർ പർച്ചേസ് ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഓഫ് ഹയറിംഗ്. ഇൻസ്റ്റാൾമെൻറ്റിനാണെങ്കിലോ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഓഫ് സെയിൽ. നെക്സ്റ്റ്, ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ്. ഹയർ പർച്ചേസിൽ ഗുഡ്സ് റീപൊസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ദ സെല്ലർ കനോട്ട് റീപൊസസ് ദ ഗുഡ്സ്. സെല്ലർക്ക് റീപൊസസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഹയർ പർച്ചേസിൽ ദ ബയർ കനോട്ട് സെൽ, ഡിസ്ട്രോയ്, ട്രാൻസ്ഫർ, ഡാമേജ് ഓർ പ്ലഡ്ജ് ദ ഗുഡ്സ്. ഈ ബയർക്ക് ഗുഡ്സ് ഡാമേജ് ചെയ്യാൻ, അതേപോലെ ഡിസ്ട്രോയ്, അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പാടില്ല. ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിലോ ദ ബയർ ക്യാൻ ഓൾ ദീസ് തിങ്സ്, ബയർ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ഈ എല്ലാ കാര്യങ്ങളും വാങ്ങിയ ആൾക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺഡ് ഇഫ് ദ ബയർ ഡസ് നോട്ട് വാണ്ട് ടു പേ റെസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഗുഡ്സ് കനോട്ട് ബി റിട്ടേൺഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ അൺലെസ് ദർ ഈസ് സം ഡിഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ഇൻ ഹയർ പർച്ചേസ് റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ്. റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് എന്താണ്, കുറവാണ്. ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ഈസ് റിലേറ്റീവ്ലി മോർ. അതായത് റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ കൂടുതലാണ്. ഓക്കെ.